എന്തായാലും മിയ നമ്മുടെ യൂഷ്വൽ കോമ്പറ്റീഷനിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഇതൊരു വീടായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും പറയാനുള്ള കാര്യം, നേരത്തെ പറയാൻ ബാക്കി വെച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ടം, പരിഭവം, ദേഷ്യം എന്തുണ്ടെങ്കിലും നിങ്ങളുടെ വീട് പോലെ കണ്ടിട്ട് ഈ ഒരു മൊമെന്റിനെ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ ടീം ബിഗ് ബീസിൽ നിന്ന് ബേസിലേട്ടനെയും സുമ ചേച്ചിയാണ് വിളിക്കുന്നത്. വരൂ. അപ്പോൾ നമ്മുടെ ഇണക്കുരുവികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മൊമെന്റ് ആയിട്ട് ഇതിനെ കണ്ട് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും മനസ്സ് തുറക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മനസ്സ് തുറക്കുക. നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് തരും. അപ്പം ഹസ്ബൻഡിന് വൈഫിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി സുമ ചേച്ചിക്കാണ് ബേസിലേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പ്രോപ്പർട്ടീസ് വരട്ടെ. മുത്തേ, എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു വലിയ ഫീലിങ്സ് ഉണ്ട് നിന്നോട് പറയാൻ. തരട്ടെ? ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാനൊരു വലിയ തടിയനാണ്, അറിയാലോ. അതായിരുന്നു ആദ്യത്തെ ഒരു താങ്ക്സ്. പക്ഷെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ ഇൻസിഡൻറ്റിലും നിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ നിൻ്റെ ഒരു സപ്പോർട്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് പിടിച്ച് ഞാൻ ICUയിൽ കിടക്കുമ്പോൾ ഞാൻ മരിക്കുമെന്നൊരു അവസ്ഥയിലായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എൻ്റെ മോനെ നീ നോക്കും, അതെനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു അന്ന്. ആക്ച്വലി ഞാൻ അവിടെ വെച്ച് ഞാൻ അനുഭവിച്ച കുറേ കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ആ ബെഡിൽ കിടന്ന കിടപ്പിൽ എനിക്ക് എൻ്റെ സ്വന്തം കൈ ഇങ്ങനെ പൊക്കി കമത്തി വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ എന്നെ അവിടുത്തെ നഴ്സസാണ് ഇങ്ങനെ എല്ലാം, അവർ 4 പേരും കൂടിയാണ് എന്നെ തുടച്ച് വൃത്തിയാക്കും. എൻ്റെ എല്ലാ പ്രാഥമിക കൃത്യങ്ങളും അവരാ എന്നെ സഹായിച്ച. ആ നഴ്സസിനോടൊക്കെ എപ്പോഴും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഡിസ്ചാർജായി വന്നപ്പോൾ ഈ 4 പേര് ചെയ്ത ആ ഒരു പണി, നീ ഒറ്റയ്ക്ക എന്നെ കുളിപ്പിക്കും, എനിക്കെല്ലാ കാര്യം ചെയ്തതെന്ന് നീ. എനിക്കതിനൊക്കെ ഒരു താങ്ക്സ് എന്ന് പറഞ്ഞൊരു വാക്കിലും നിൽക്കില്ല. കാരണം സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല എന്നെ അങ്ങനെ കെയർ ചെയ്യണം. ഒന്നാമത് ഞാനൊരു മൊസടനാണ്. ആ ഒരു സമയത്ത് നീ അങ്ങനെ എന്നെ അങ്ങോട്ട് മാക്സിമം സഹിച്ചു, ഇടയ്ക്കൊക്കെ ഇത്രയെങ്കിലും, പക്ഷെ നീ സഹിച്ച് നീ എന്നെ കെയർ ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ വണ്ണം കുറയാൻ നേരത്ത് ഞാൻ അമൃതയിൽ സർജറി കഴിഞ്ഞ് വന്നപ്പോൾ, സർജറിക്ക് പോകുമ്പോൾ നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. ചേട്ടായി ഒട്ടും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയം തന്നപ്പോൾ അന്നേരമൊക്കെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഞാൻ തിരിച്ചു വരുമോ, ഇനി എങ്ങാനും എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. നീ ഓർക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ സർജറിയുടെ തലേദിവസം എനിക്ക് തോന്നി, എനിക്ക് ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ, ഞാൻ നിങ്ങളെ ഒരു ട്രിപ്പ് കൊണ്ടുപോയില്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ നിങ്ങളെ കണ്ട് സൂര്യനെല്ലിക്ക് പോയായിരുന്നു. ഓർമ്മയുണ്ടോ? അന്ന് സൂര്യനെല്ലിക്ക് പോയിട്ട് കുറേ ഫോട്ടോകൾ എടുത്തു. നീ ഞാൻ തന്നെ നിൽക്കണം, മോൻ്റെ കൂടെ നിൽക്കണം ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. തിരിച്ച് നിന്നെ ആദ്യം കണ്ടപ്പോൾ ഒക്കെ. വേറൊരു കാര്യം എനിക്ക് ദൈവത്തോട് പറയാനുള്ളത്, എനിക്ക് ദൈവം തന്നതിനാണ് എനിക്ക് ദൈവത്തോട് ഏറ്റവും വലിയ താങ്ക്സ്. എന്നോട് ശരിക്കും വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. നല്ലൊരു ജെന്യുവൻ ആയിട്ടുള്ള ചേട്ടന്റെ സംസാരവും അതിന് ചേച്ചി വീട്ടിൽ അങ്ങനെയാണ്. എൻ്റെ ഇപ്പൊ കുറച്ച് ഇമോഷണലൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൗണ്ടർ പറയും, അതാ സന്തോഷവും. ചേച്ചിക്ക് എന്തെങ്കിലും ഇത് എടുക്കാനുണ്ടോ? എനിക്കിങ്ങനെ ഒരു കഥ പോലെ പറയാൻ അറിയില്ല. പക്ഷെ നിനക്ക് സത്യത്തിൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇയാളെ കല്യാണം കഴിയോ ഞാൻ? അല്ല, ആദ്യമേ എന്നോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? എനിക്ക് ജീവിതത്തിലെല്ലാം വെറൈറ്റി ആയിരിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ല, എല്ലാരും ചെയ്യണ പോലെ പറ്റില്ല. എനിക്ക് എല്ലാം വെറൈറ്റി ആയിരിക്കണം. എന്റെ സംഭവങ്ങളെല്ലാം വെറൈറ്റി ആയിരിക്കണം. ഇതിനും വലിയ വെറൈറ്റി കേട്ടിയാനെ എവിടെ കിട്ടാന്?
ചില സമയത്ത് ചേട്ടി ഒരു കുഞ്ഞു മാവേനെ പോലെയാ. അത് എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ തീർച്ചയായിട്ടും ഉറക്കം വരുമ്പൊന്നുമല്ല, ഭക്ഷണം വണ്ടി ഓടിക്കുമ്പോ ഭക്ഷണം എല്ലാം ഇപ്പൊ ഭക്ഷണം ഇയാളുടെ വായിൽ വെച്ച് തരുവാണെങ്കിൽ ഇയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടം. ഐ ലവ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞു മാവേനെ പോലെയുള്ള ഓരോ സമയത്തും ചേട്ടയ്ക്ക് ഓരോ തരം സ്നേഹം. അപ്പൊ ചേട്ടയെ തന്നെ പറയാറുണ്ട്, എനിക്ക് നിന്റെ ഹസ്ബൻഡ് ആയിരിക്കണതല്ല നിന്റെ കുട്ടിയായിട്ട് കഴിക്കണ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്നേഹം അത് ചേട്ടയുടെ ഓരോ സമയത്ത് ഓരോ തരം സ്നേഹമാണ് ചേട്ടയുടെ. അപ്പൊ ഇവരുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി ഒരു പറഞ്ഞ കാര്യങ്ങളിലെ ആത്മാർത്ഥതയൊക്കെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഫീൽ ചെയ്യും. കാരണം അത്രയും മനസ്സിൽ തൊട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. ആ ഒരു സ്നേഹം, ആ ഒരു കെയർ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചേട്ടൻ കാണിച്ചത്, അതൊക്കെ വളരെ പ്യുവർ ആയിരുന്നു, വളരെ ഹൃദയത്തിൽ തൊട്ടാണ്. ഞങ്ങള് വേറൊരു കേസുണ്ട്. ഞാൻ ഈ ഷൂട്ടിനൊക്കെ എവിടെയും പോകണമല്ലാതെ ഇവളൊരിക്കൽ പോലും എന്നെ വിട്ടിട്ട് ഇവളൊറ്റയ്ക്ക് ഇവളുടെ വീട്ടിൽ പോയി കിടക്കില്ല. സാധാരണ പെൺകുട്ടി അങ്ങനെയല്ലോ, അങ്ങനെ പോവില്ല. എന്ത് പറഞ്ഞാലും എന്നോട് ഉണ്ടാവുള്ളൂ. അതാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും എന്നും എന്നും നിങ്ങൾ ഇതേപോലെ കട്ടയ്ക്ക് നിൽക്കട്ടെ, ഒരു മാതൃകാ ദമ്പതിമാരായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.